ആക്രമണത്തിൽ നിന്നും കൊലപാതക ശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട അലീന അവളെ രക്ഷപ്പെടുത്തിയ ഓട്ടോറിക്ഷക്കാരൻ ഷാജിയുടെ വീട്ടിലേക്ക് എത്തുകയും കുളിച്ചു വസ്ത്രം മാറി അയാളുടെ ഓട്ടോയിൽ തന്നെ കടപ്പാട്ടൂരേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. പുറത്തു പോയിരുന്ന ബാലചന്ദ്ര മേനോൻ വൈകുന്നേരമാണ് തിരികെ എത്തിയത്. അലീന ശരണ്യെ കാണാൻ പോയിട്ട് വന്നതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല. വന്ന ഉടൻ തന്നെ ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് നാരങ്ങാ നീരൊഴിച്ച കട്ടൻ ചായയുമായി അലീന മുകളിലേക്ക് എത്തി. ആ സമയത്ത് ബാലചന്ദ്ര മേനോൻ അലമാര തുറന്നു പിടിച്ച് അതിനുള്ളിലേക്ക് ഫയലും ഡയറിയും ഒക്കെ എടുത്ത് അടുക്കി വെക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഊണുവല്ലോ കഴിച്ചിരുന്നോ? ഒന്നിനും സമയം കിട്ടിയില്ല, പക്ഷേ ഉച്ചയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചു, പൈനാപ്പിൾ ജ്യൂസ്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അലീനയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു. അലീനയുടെ മുഖം കണ്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ ഒന്ന് നടുങ്ങി. അലീന മുഖത്ത് പറ്റിച്ചിരുന്ന ബാൻഡേജ് ഒക്കെ ഇളക്കി കളഞ്ഞിരുന്നു, പക്ഷേ മുഖത്തെ ക്ഷതങ്ങളും മുറിവുകളും മറയ്ക്കുവാൻ കഴിയുമായിരുന്നതല്ല. പെട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പറ്റിയത് നിന്റെ മുഖത്ത്? അത് കേട്ടുകൊണ്ട് ചിരിച്ചിട്ട് അലീന ഒരു തമാശ രൂപേണ പറയുകയാണ്, അത് പിന്നെ അച്ഛാ ഒരു അടിപിടി ഉണ്ടാക്കിയതാണ്. അടിപിടി ഉണ്ടാക്കിയെന്നോ? അലീന നീ കാര്യം പറ, താടിയിലും കണ്ണിന് താഴെയും നീർവിക്കമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? തുടർന്ന് ബാലചന്ദ്രൻ അസാധാരണമായൊരു ഗൗരവത്തോടു കൂടി അലീനയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം പിടിച്ചു നോക്കി. കവളത്ത് കൈയോടിച്ചപ്പോൾ സംഗതി നിസ്സാരമല്ല എന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ക്ഷതങ്ങളൊക്കെ കല്ലിച്ചു കിടപ്പുണ്ട്. ബാലചന്ദ്രൻ അല്പം കൂടി ശബ്ദമുയർത്തി ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത്? നീ എന്നോടൊന്ന് തുറന്നു പറയ്. അച്ഛാ, അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുത്, ശാന്തമായിട്ട് കേൾക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. നീ പറയ്, ഞാൻ കേൾക്കാം. ഞാനിന്ന് അവിടെ പോയിരുന്നു, ആ ശരണ്യയുടെ വീട്ടിലേക്ക്. അതെ, നീ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് എന്തു പറ്റി? അവിടെ ചെന്നപ്പോൾ അവർ നിന്നെ കയ്യേറ്റം ചെയ്തോ? അച്ഛാ, അവിടെ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. സാരമില്ല, അവർക്ക് നമ്മളോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരിക്കുന്ന സമയമല്ലേ, അതിലവരെ കുറ്റം പറയാനും പറ്റില്ല. അവരുടെ കുട്ടിയുടെ ജീവിതമല്ലേ തകർന്നു പോയത്. അലീന, എത്രയും കുറച്ചു പറയാമോ അത്രമാത്രം കുറച്ചേ പറയുകയുള്ളൂ എന്ന് ബാലചന്ദ്രന് നന്നായിട്ടറിയാം. ഉന്തും തള്ളുമുണ്ടായി എന്ന് സമ്മതിക്കണമെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായി സംഭവിച്ചിട്ടുണ്ട് എന്നും അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ചോദിക്കുകയാണ്, നിന്നെ അവർ എന്തൊക്കെ ചെയ്തു? ഇല്ലച്ചാ, അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പെൺകുട്ടിയുടെ ആങ്ങളമാരിത്തിരി ചൂടിലായിരുന്നു. അവർ രണ്ടുപേരും കൂടി എന്നെ അടിച്ചു. പിന്നെ പെട്ടെന്ന് ആൾക്കാരൊക്കെ ഓടി വന്ന് പിടിച്ചു മാറ്റി. ഇതെനിക്ക് സംശയമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് തനിച്ചു പോകരുത് എന്ന് പറഞ്ഞത്. ഗോവർദ്ധനെയെങ്കിലും കൂട്ടി വിടാമായിരുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പോയേ പറ്റൂ. എന്നെ അനുസരിക്കാൻ മടി, അതോ അഹങ്കാരമോ? കഷ്ടിച്ച് ജീവൻ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോന്നു, അതല്ലേടി സംഭവിച്ചത്? ബാലചന്ദ്ര മേനോന്റെ ഒച്ച ഉയരുകയാണ്. ആ സമയത്ത് അലീന മിണ്ടാതെ തലകുനിച്ചു നിന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? അവൾ കണ്ണുകൾ ഉയർത്തി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അല്ല, ഇനിയിപ്പോൾ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ തന്നെ ആരുത്തരം പറയും? എന്റെ ഇഷ്ടത്തിന് ഞാൻ പിടിച്ചു വെച്ച് താമസിപ്പിക്കുകയല്ലേ ഈ വീട്ടിൽ. ഞാൻ പറയണ്ടേ സമാധാനം? എന്നോടല്ലേ എല്ലാവരും ചോദിക്കുകയുള്ളൂ. അച്ഛനോട് ആര് ചോദിക്കാനാണ്? ആരും ചോദിക്കില്ല അച്ഛാ. ആരോടും അച്ഛന് എനിക്ക് വേണ്ടി ഉത്തരം പറയുകയും ചെയ്യേണ്ടി വരില്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവളല്ലേ ഞാൻ. അലീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോഴേക്കും ബാലചന്ദ്ര മേനോൻ സംഭാഷണം അവസാനിപ്പിച്ച് കിടക്കയിലേക്ക് ചെന്നിരുന്നു. അലീന ലെമൺ ടീയുമായി അയാളുടെ തൊട്ട് മുമ്പിൽ ചെന്ന് നിന്നു. ഒരു പിണങ്ങിയ കുട്ടിയെപ്പോലെ മുഖം വെട്ടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്കെങ്ങും വേണ്ട. എന്താ വേണ്ടാത്തത്? നിനക്കാരുമില്ലേ? നിനക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ഒരാൾ പോലുമില്ലേ? അത് കേട്ടപ്പോഴേക്കും അച്ഛനോട് അങ്ങനെ പറയരുതായിരുന്നു എന്ന് അലീനയ്ക്ക് തോന്നി. അവൾക്ക് കരച്ചിൽ വന്നു. അച്ഛാ, അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അച്ഛന് സങ്കടമായെങ്കിൽ സോറി. ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഇത് കുടിക്ക്. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം ആ ചായക്കപ്പ് വാങ്ങി അയാൾ ഒരു കവിള് കുടിച്ചു. എന്നിട്ട് വീണ്ടും അലീനയോട് ചോദിക്കുകയാണ്, അല്ല, നീ പോയിട്ട് ആ പെൺകുട്ടിയെ കണ്ടോ? ഇല്ല, കാണാൻ പറ്റിയില്ല. വെറുതെ തല്ലു വാങ്ങാൻ വേണ്ടി മാത്രം പോയി. അച്ഛാ, അച്ഛൻ്റെ ദേഷ്യം തീർന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും ഞാൻ അവിടേക്ക് തന്നെ പോകുന്നുണ്ട്. എന്തിന്? കിട്ടിയതൊന്നും പോരെ? എൻ്റെ അനുവാദമില്ലാതെ ഈ ഗേറ്റിന് പുറത്തിറങ്ങാൻ പാടില്ല നീ. അത് ശരി, അനുസരണമില്ലാത്തവൾക്ക് അനുവാദമില്ലാതെയും പോകാം. ഒരു തവണ കൂടി ഞാൻ പോകും. അച്ഛൻ അഡ്വാൻസായിട്ട് അനുവാദം എനിക്ക് തന്നു കഴിഞ്ഞതാണ്. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ബാലചന്ദ്രൻ കസേര വലിച്ചു നീക്കിയിട്ട് പറയുകയാണ്, നീ അവിടേക്ക് ഇരുന്നേ. അലീന കസേരയിലേക്ക് ഇരുന്നു. വീണ്ടും അയാൾ അവളുടെ മുഖം പിടിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അച്ഛാ, ഹോസ്പിറ്റലിലൊക്കെ പോയതാണ്, ബാൻഡേജും ഉണ്ടായിരുന്നു. അച്ഛനെ ഞെട്ടിക്കണ്ടെന്ന് കരുതി ഞാനതൊക്കെ ഊരിക്കളഞ്ഞതാണ്. അല്പനിമിഷം മൗനമായിരുന്നതിന് ശേഷം വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇനിയും അവിടെ പോണോ മോളെ? പോണോ അച്ഛാ? പോയേ പറ്റൂ. നിനക്ക് ഭയമില്ലേ? വളരെ ആത്മധൈര്യത്തോടു കൂടി അലീന പറയുകയാണ്, ഒട്ടും ഭയമില്ല അച്ഛാ. ഇനിയും അവിടേക്ക് ചെന്നേ മതിയാവുകയുള്ളൂ. ഞാൻ ആ പെൺകുട്ടിയെ കണ്ടില്ല, എനിക്ക് അവളെ കാണണം. അവളോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. തുടർന്ന് കാണുന്നത് വീണ്ടും ശരണ്യയുടെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ അലീന പോകുന്ന കാഴ്ചയാണ്. ഇത്തവണ ഓട്ടോറിക്ഷ പഞ്ചായത്ത് വക കളിസ്ഥലത്തുകൂടി കയറിയിറങ്ങി അഴുക്കുചാലിനടുത്ത് ചെന്നു നിന്നു.
എന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുന്നുണ്ട്, ദേ ആ കാണുന്നതാണ് വീട്, ഞാനൊന്ന് പോയിട്ട് വരാം. ഇത് പറഞ്ഞ് ഓട്ടോയിൽ നിന്നിറങ്ങി. അവളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഉണ്ടായിരുന്നു. അതുമായിട്ട് അവൾ ഷാജിയുടെ വീട്ടിലേക്കാണ് പോയത്. അലീന ഓട്ടോയിൽ വന്നിറങ്ങുന്നതും തങ്ങളുടെ വീടിനടുത്തേക്ക് വരുന്നതും ഷാജിയുടെ അമ്മ വരാന്തയിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അലീന പുഞ്ചിരിയോടുകൂടിയാണ് അവരെ സമീപിച്ചത്. ഷാജി ഇല്ല ഇവിടെ, അവൻ ഓട്ടം പോയിരിക്കുകയാണ്. സബിതയോ? അവള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിരിക്കുന്നു. അമ്മ തനിച്ചേ ഉള്ളോ? ആ ഉള്ളൂ, കയറി വാ. ഇല്ലമ്മേ, സമയം ഒട്ടും തന്നെ ഇല്ല, ഞാനിത് തരാൻ വേണ്ടി വന്നതാണ്. ഇത് സബിതയുടെ ചുരിദാറാണ്, സബിതയുടെ കയ്യിൽ കൊടുക്കണം, ഞാൻ തന്നതാണ് എന്ന് പറയണം. തുടർന്ന് ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അലീന ശരണ്യയുടെ വീടിനടുത്തേക്ക് നടന്നു. കഴിഞ്ഞ ദിവസം അവളെ ചുട്ടുകൊല്ലുവാൻ ശ്രമിച്ചവരുടെ വീട്ടിലേക്ക് അവൾ ഭയലേശമില്ലാതെ തനിയെ നടന്നു പോകുന്നു നോക്കി ഷാജിയുടെ അമ്മ അങ്ങനെ പകച്ചു നിന്നുപോയി. അലീന വീണ്ടും അവിടെ വന്നിറങ്ങിയത് കോളനിയിൽ ചിലരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആളുകൾ അവരവരുടെ വീട്ടുമുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തു നിൽക്കുകയാണ്. അലീന ശരണ്യയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി. അവിടെ നിന്നുകൊണ്ട് ചുമച്ച് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ടുകൊണ്ട് ഗോപനാണ് ആദ്യം ഇറങ്ങി വന്നത്. ഇന്നലെ അവളുടെ ശിരസിൽ മണ്ണെണ്ണ കുടഞ്ഞവൻ. അവളെ കണ്ടുകൊണ്ട് അവൻ അന്തം വിട്ടുപോയി. പെട്ടെന്ന് അവൻ വീടിനുള്ളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. തുടർന്ന് പെരയ്ക്കകത്തു നിന്നും ചില കുശുകുശുപ്പുകളും പിറുപിറുപ്പുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. അല്പനിമിഷം പിന്നിട്ടപ്പോൾ മധ്യവയസ്കനായ ഒരാൾ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അയാൾ അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എന്തിനാ പിന്നെയും നീ വന്നത്? എനിക്ക് ശരണ്യെ കാണണം. എന്തിനാ അവളെ കാണുന്നതെന്നാ ചോദിച്ചത്. എനിക്ക് കാണണം. അതിന് സമ്മതിക്കില്ല എങ്കിൽ നിങ്ങൾക്കെന്നെ ആക്രമിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കെന്നെ കൊല്ലാം. തെങ്ങും മടലിനടിച്ചോ മണ്ണെണ്ണ ഒഴിച്ചോ ഒക്കെ നിങ്ങൾക്കെന്നെ കൊല്ലാം. അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം മൗനമായി നോക്കി നിൽക്കുകയാണ്. ഇന്നലെ ഏറ്റ മർദ്ദനത്തിന്റെ പരിക്കുകൾ അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. മരുന്നു പുരട്ടിയ മുറിവുകൾ, കരിവാളിച്ച ക്ഷതങ്ങൾ. അവൾ വീണ്ടും വന്നിരിക്കുന്നു, മരണഭയം പോലുമില്ലാതെ. അയാൾ ശരണ്യയുടെ അച്ഛനാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അല്പനിമിഷം അലീനയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നതിനു ശേഷം അയാൾ മുറിക്കുള്ളിലേക്ക് വീണ്ടും കയറിപ്പോയി. അലീന ധൈര്യസമേതം വരാന്തയിലേക്ക് കയറി. തുടർന്ന് ഇന്നലെ തലയിൽ ഇരു കൈയും വെച്ച് അലീനയെ പ്രാഗിയ സ്ത്രീ അവരിറങ്ങി വന്നു. അലീനയെ അവരൊന്ന് തുറച്ചു നോക്കി. അപ്പോൾ അലീന അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ശരണ്യ? അവരൊന്നും മിണ്ടാതെ വരാന്തയിൽ നിന്ന് മുറിക്കുള്ളിലേക്കുള്ള വാതിലിന്റെ അടഞ്ഞു കിടന്ന പാളി തള്ളി തുറന്നു. അതിലൂടെ അകത്തേക്ക് കയറി. അലീന അവരുടെ പിന്നാലെ മുറിയിലേക്ക് ചെന്നു. ഒരു ചെറിയ മുറി, കിളിവാതിൽ പോലെ ചെറിയൊരു ജനൽ, ചുമരിനോട് ചേർത്തിട്ടിരിക്കുന്ന കട്ടിൽ. ആ കട്ടിലിൽ ഒരു പെൺകുട്ടി ഭിത്തിക്ക് അഭിമുഖമായി വശം ചരിഞ്ഞു കിടക്കുകയാണ്. അവ്യക്തമായൊരു കാഴ്ച. മുറിക്കുള്ളിൽ വേണ്ടത്ര വെളിച്ചമില്ല. തുടർന്ന് ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ ശരണ്യെ വിളിച്ചു. അവളൊന്ന് ഞെട്ടിയെന്ന് അലീനയ്ക്ക് തോന്നി. മെല്ലെ അവൾ തിരിഞ്ഞു നോക്കി. ദേ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇന്നലെ വന്ന പെണ്ണ് തന്നെയാണ്. ശരണ്യയുടെ മുഖം അലീനയ്ക്ക് വ്യക്തമാകുന്നില്ല അപ്പോഴും. അലീനയെ കണ്ട ശരണ്യ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ അലീന തടഞ്ഞു. വേണ്ട, മോള് കിടന്നു. അലീന തുടർന്ന് കട്ടിലിന്റെ അരികിലിരുന്നു. ശരണ്യയുടെ അമ്മ മുറിയിലെ ലൈറ്റ് ഇട്ടു. ഇപ്പോൾ മുറിയിലെ കാഴ്ച എല്ലാം വ്യക്തമാണ്. പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോൾ അലീനയ്ക്ക് ഉൾക്കിടലം അനുഭവപ്പെട്ടു. വാടിക്കരിഞ്ഞൊരു പൂ പോലെ. ഒരു മരവിപ്പ് മാത്രമേ വിളറിയ ആ മുഖത്ത് കാണാനുള്ളൂ. കണ്ണുകൾക്ക് ജീവനില്ല എന്ന് തോന്നി. അവൾ ആരെയും നോക്കുന്നില്ല, ഒന്നും കാണുന്നുമില്ല. 17-18 വയസ്സു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. കുനിഞ്ഞു പെൺകുട്ടിയുടെ നെറ്റിയിൽ അവൾ മെല്ലെ തലോടി. താറുമാറായി കിടക്കുന്ന മുടിയൊക്കെ മാടിയൊതുക്കി. ഈ സമയത്ത് അത്ഭുതത്തോടെ ശരണ്യ അലീനയെ തന്നെ നോക്കിക്കിടന്നു. അലീനെ അവളുടെ തോളത്ത് പിടിച്ച് മെല്ലെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. അവളുടെ ചുമലിലേക്ക് അമർത്തിപ്പിടിച്ചു. ഇരുകരങ്ങളും അവളുടെ പുറത്തുകൂടി ചുറ്റി ആശ്ലേഷിച്ചു. ശരണ്യ വിശന്നും കരഞ്ഞും എപ്പോഴോ തളർന്നുപോയൊരു കുഞ്ഞിനെ പോലെ അലീനയുടെ തോളത്തേക്ക് കുഴഞ്ഞു കിടന്നു. അലീന അവളുടെ പുറത്തും മുടിയിലും ഒക്കെ തഴുകിക്കൊണ്ടിരുന്നു. ശരണ്യയുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിലും നെറുകയിലും ഉമ്മ വെച്ചു. എന്നിട്ട് പറയുകയാണ്, സാരമില്ല, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു കേടും പറ്റിയിട്ടില്ല, അങ്ങനെ മാത്രമേ മോള് കരുതാവൂ. അത്രയും കേട്ടപ്പോഴേക്കും ശരണ്യ ഒന്ന് ഏങ്ങലടിച്ചു. പിന്നെ തുടരെ അലീനെ ഇറുകെ അമർത്തിപ്പിടിച്ച് അവൾ വിങ്ങിപ്പൊട്ടി കരയുവാൻ തുടങ്ങി. ശരണ്യയുടെ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ തേങ്ങിക്കൊണ്ട് അവർ മുറി വിട്ടിറങ്ങിപ്പോയി. നെഞ്ചു പൊട്ടി പിളരും വിധമുള്ള കരച്ചിൽ ശമിക്കുന്നതുവരെ അലീനെ അവളെ അടക്കിപ്പിടിച്ച് ഒരു പൈതലിനെ എന്ന പോലെ തഴുകുകയും തലോടുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവളെ കട്ടിലേക്ക് തന്നെ വീണ്ടും കിടത്തി. അവളുടെ മുടി വീണ്ടും മാടി ഒതുക്കി കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി നൽകി. വിഷമിക്കണ്ടാട്ടോ, ഞാൻ വീണ്ടും വരാം. ഇത്രയും പറഞ്ഞിട്ട് അലീന എഴുന്നേറ്റു. വാതിലിനരികിൽ ശരണ്യയുടെ സഹോദരനും അച്ഛനും നോക്കി നിൽപ്പുണ്ടായിരുന്നു. അലീന വാതിൽ കടന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. തുടർന്ന് അവൾ ശരണ്യയുടെ അച്ഛനെയും സഹോദരനെയും ഒന്ന് നോക്കിയിട്ട്, അവൾക്ക് കരയാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾ പകർന്നു കൊടുക്കണം. ഇത്രയും പറഞ്ഞിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അലീന വീണ്ടും ഓട്ടോറിക്ഷയ്ക്കടുത്തേക്ക് നടന്നു. തുടർന്ന് കാണുന്ന കാഴ്ച, അലീന ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല. ഒരു പോലീസ് ജീപ്പ് ഇരമ്പിക്ക് തച്ചു വന്ന് പഞ്ചായത്ത് വക കളിസ്ഥലത്തിന് നടുവിൽ പൊടി പടർത്തിക്കൊണ്ട് നിന്നു. SIയും 2 കോൺസ്റ്റബിൾമാരും ഇറങ്ങി. ശരണ്യയുടെ വീടിനടുത്തേക്ക് അവർ ചെന്നു. കോളനി നിവാസികളെല്ലാം ആകാംക്ഷയോടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി നോക്കി നിൽക്കുകയാണ്.
പോലീസ് ശരണ്യയുടെ വീട്ടിൽ ഇതിനോടകം പലവട്ടം വന്നിട്ടുള്ളതിനാൽ അവർക്ക് അതൊരു പുതുമയായ കാഴ്ചയായിരുന്നില്ല. കേസ് അന്വേഷണം സംബന്ധിച്ചുള്ള വരവാണ് എന്നവർക്ക് നന്നായിട്ടറിയാം. കോളനിവാസികളിൽ ചിലർ പതിവ് പോലെ ശരണ്യയുടെ വീട്ടിനടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. എസ് ഐ രമേശ് നമ്പ്യാർ ശരണ്യയുടെ സഹോദരന്മാരെ പെട്ടെന്ന് വിളിച്ചു. അവർ എസ് ഐയുടെ മുൻപിലേക്കെത്തി. പതിവിലും വ്യത്യസ്തമായി എസ് ഐ രമേശ് നമ്പ്യാരുടെ ഗൗരവമുള്ള മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി പരുങ്ങുകയാണ്. അപ്പോൾ എസ് ഐ, അതെ, ഇന്നലെ നിങ്ങളെല്ലാവരും കൂടി ഒരു പെൺകുട്ടിയെ ഇവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തതായിട്ട് പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. അതേപ്പറ്റി അന്വേഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അത്രയും കേട്ടപ്പോഴേക്കും ശരണ്യയുടെ സഹോദരന്മാർ ഗോപനും ഓമനക്കുട്ടനും നടുക്കമറ്റതുപോലെ നിന്നുപോയി. അയൽക്കാർ ഓരോരുത്തരായി പെട്ടെന്ന് പിൻവലിയുവാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ട് എസ് ഐ പറഞ്ഞു, ആരും രക്ഷപ്പെട്ട് കളയാമെന്നൊന്നും വിചാരിക്കണ്ട. ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളും അക്രമത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റും കൃത്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് കോളനിവാസികളിൽ ചിലരുടെ പേര് വിവരങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ആ ലിസ്റ്റിലെ പേരുകളിലുള്ള ചിലർ ആ വന്നു കൂടിയവരിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വീടുകളും അഡ്രസ്സും ഒക്കെ കോൺസ്റ്റബിൾമാർ ചോദിച്ചു മനസ്സിലാക്കി. ചില ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദ്യം ചെയ്തു. ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി അന്വേഷിച്ച് അവർ കുറിച്ചെടുത്തു. തുടർന്ന് ഗോപനോട് എസ് ഐ ചോദിക്കുന്നുണ്ട്, നീയല്ലേടാ അവരുടെ തലയിൽ ഇന്നലെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്? രണ്ടുപേരും ഭയപരവശരായി തല കുനിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് ശരണ്യയുടെ അച്ഛൻ ഇറങ്ങി പോലീസിനോട് പറയുന്നുണ്ട്, സാറേ, അവർ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചെയ്തു പോയതാ. മറ്റേ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു. വേലക്കാരിയാണെന്ന് അവരറിഞ്ഞിരുന്നില്ല. മറ്റേ വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ എന്താണ്? അങ്ങനെ ഒരുത്തിയെ കൊല്ലാനുള്ള ലൈസൻസ് വാങ്ങി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ? തല്ലാനും കൊല്ലാനുമുള്ള അധികാരം അതൊക്കെ ആരാ നിങ്ങൾക്ക് തന്നത്? അയാൾക്കും ഉത്തരമില്ല. നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഗൂഢാലോചന, കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള കയ്യേറ്റം, കരുതിക്കൂട്ടിയുള്ള വധശ്രമം. ഇത്രയും കേട്ടപ്പോഴേക്കും അവിടെ നിന്ന് ആൾക്കാർ മുഴുവനും അന്തം വിട്ടു. വീണ്ടും രമേശ് നമ്പ്യാർ ചോദിക്കുകയാണ്, അല്ല, ആ ഓട്ടോറിക്ഷക്കാരൻ ഷാജി എവിടെ? അയാളുടെ വീട് ഏതാണ്? അത് സാറേ, വീട് ദേ ആ കാണുന്നതാണ്. അവൻ ഓട്ടം പോയിരിക്കുകയാണ്. ആ ശരി, തൽക്കാലം ഞാൻ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ലിസ്റ്റിലുള്ളവരെ ഏത് നിമിഷം വിളിച്ചാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കണം. പിന്നെ ആ ഷാജിയെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? അപ്പോൾ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, സർ, അവൻ മാർക്കറ്റിലാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഇത്രയും കേട്ടതിന് ശേഷം പോലീസ് അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് വീണ്ടും കടപ്പാട്ടൂര വീടാണ് കാണിക്കുന്നത്. അലീന വീട്ടിലെത്തിയിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ബാലചന്ദ്രമേനോൻ മുകളിലത്തെ മുറിയിൽ മയക്കത്തിലായതുകൊണ്ട് അവൾ അയാളെ ഉണർത്തുവാനും പോയില്ല. താൻ ശരണ്യയുടെ വീട്ടിലേക്ക് പോയി അവളെ കണ്ട വിവരം കൃഷ്ണജിയോട് മാത്രം അലീന സംസാരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീപ്പിന്റെ ഹോണ് ഗേറ്റിന്റെ മുൻപിൽ കേട്ടു. അലീന ചെന്ന് നോക്കുമ്പോൾ പോലീസ് ജീപ്പാണ്. കൃഷ്ണജ അച്ഛനെ വിളിക്കുവാൻ വേണ്ടി മുകളിലേക്ക് പെട്ടെന്ന് ഓടി. ബബിതയാണെങ്കിൽ അലക്ഷ്യമായി TV ചാനലുകൾ മാറ്റിക്കൊണ്ട് ഇരിപ്പുമുറിയിലെ സെറ്റിയിൽ തന്നെ ഇരിക്കുകയാണ്. ബാലചന്ദ്രമേനോൻ താഴെ എത്തുമ്പോഴേക്കും രമേശ് നമ്പ്യാരടക്കം 3 പോലീസുകാർ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. കൂട്ടത്തിൽ ഓട്ടോറിക്ഷക്കാരൻ ഷാജിയും ഉണ്ടായിരുന്നു. സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ ജനങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളതിനാൽ തന്നെ വാസർ അകത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ SIയെയും കൂടെയുള്ളവരെയും അകത്തേക്ക് ക്ഷണിച്ചു. തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞങ്ങൾക്ക് ഇവിടുത്തെ ജോലിക്കാരിയോടാണ് സംസാരിക്കേണ്ടത്. അലീന, അവളെ വിളിക്ക്. അലീന, ബാലചന്ദ്രൻ നീട്ടി വിളിച്ചു. അവൾ ഇരിപ്പുമുറിയുടെ ഡോർ കർട്ടന്റെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഹാളിലേക്ക് കടക്കുമ്പോൾ അവൾ ഷാജിയെ ഒന്ന് നോക്കി. അവൻ അല്പം വിരണ്ടിരിക്കുകയാണ് എന്ന് അലീനയ്ക്ക് തോന്നി. ഉടനെ രമേശ് നമ്പ്യാർ ചോദിക്കുകയാണ്, നീ കഴിഞ്ഞ ദിവസം ശരണ്യയുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സാർ, കഴിഞ്ഞ ദിവസം മാത്രമല്ല, ഇന്നും പോയിരുന്നു. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, കേട്ടല്ലോ? ഓ ഉവ്വ്. ശരണ്യയുടെ വീട്ടുകാരും അയൽക്കാരും എല്ലാം ചേർന്ന് നിന്നെ ആക്രമിച്ചു എന്ന് പോലീസിനൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണോ? ആക്രമിച്ചൊന്നുമില്ല സാർ, ഉന്തും തള്ളും ഉണ്ടായെന്നേ ഉള്ളൂ. പോലീസിന്റെ അടുത്ത് കള്ളം പറയരുത്. കോളനിക്കാരെല്ലാവരും കൂടി നിന്നെ ആക്രമിച്ചു. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ചു. നിന്റെ ഡ്രസ്സ് അവർ വലിച്ചു കീറി നിലത്തുകൂടി നിന്നെ വലിച്ചിഴച്ചു. അവസാനം നിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അവർ കത്തിക്കുവാനും ശ്രമിച്ചു. ഇതല്ലേ സത്യം? ഇത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്രൻ സ്തംഭിച്ചു പോയി. ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിരുന്നു എന്ന് അയാൾ ഊഹിച്ചിട്ട് പോലുമില്ല. SI വീണ്ടും പറയുകയാണ്, ഞാൻ സ്പോട്ടിൽ പോയി അന്വേഷിച്ചു. അക്രമം നടത്തിയവരുടെ പേരും അഡ്രസ്സും വരെ കളക്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവന്മാരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നീ എൻ്റെ അടുത്ത് കള്ളം പറയുന്നു? അലീന ഷാജിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അയാള് മുഖം താഴ്ത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. ബബിതയും കൃഷ്ണജയും ഇരിപ്പുമുറിയിലുണ്ട്. അവർക്ക് ഈ സംഭാഷണങ്ങളെല്ലാം കേൾക്കാം. SI വീണ്ടും പറയുകയാണ്, അതെ, നീ ഒരു കംപ്ലൈന്റ് എഴുതി എത്രയും പെട്ടെന്ന് തന്നെ, എന്നിട്ട് വേണം പോലീസിന് ആക്ഷൻ എടുക്കാൻ. മിസ്റ്റർ മേനോൻ എഴുതിക്കോളൂ, അവൾ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ഇത് കേട്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ തുടങ്ങുമ്പോഴേക്കും അലീന, എനിക്ക് പരാതി ഒന്നുമില്ല സാർ. അലീനയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് SI ഒന്ന് അമ്പരന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, പരാതി ഒന്നുമില്ല എന്ന് നീ മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയോ? അവിടെ നിനക്കെതിരെ ക്രൂര മർദ്ദനവും വധശ്രമവും നടന്നതായിട്ട് പോലീസിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അലീന,
അതൊന്നും എനിക്കറിയില്ല സാർ. എന്നെ ആരും ക്രൂരമായി മർദ്ദിച്ചിട്ടുമില്ല, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചിട്ടുമില്ല. അത് ശരി, ഇതൊരുമാതിരി അപ്പൻ കട്ടിലിന്റെ കീഴിലുമില്ല തട്ടും പുറത്തുമില്ല എന്ന് പറഞ്ഞതുപോലെയാണല്ലോടി. നിന്റെ മുഖത്ത് ഈ പരിക്കുകളൊക്കെ പിന്നെ എങ്ങനെയുണ്ടായി? അത് പിന്നെ ഇന്നലെ ആരോ പിടിച്ചു തള്ളിയപ്പോൾ ഞാൻ വീണുപോയി, അപ്പോൾ പറ്റിയതാ. ഹാ, DYSP വിവരം അറിഞ്ഞിട്ട് അന്വേഷിക്കുന്നൊരു കേസാണിത്. അതുകൊണ്ട് നീ വിളച്ചിലെടുക്കാതെ കാര്യമങ്ങ് പറ. എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ DYSP സാറിന് മനസ്സിലാകും സാറേ. ഇന്ന് ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയിരുന്നു. അവരൊക്കെ നല്ലതുപോലെയാണ് എന്നോട് പെരുമാറിയത്. നാളെയും ഞാൻ പോകുന്നുണ്ട്. ഓ, അത് ശരി. അപ്പോൾ നീ പരാതി എഴുതി തരാൻ തയ്യാറല്ല അല്ലേ? ഇല്ല സാർ, പരാതി എഴുതില്ല. ശരി, DYSP വിളിച്ച് ചോദിക്കുമ്പോഴും നീ ഇത് തന്നെ പറഞ്ഞേക്കണം. നിനക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് സൂക്കേട്? ഇത്രയും പറഞ്ഞിട്ട് SI ദേഷ്യപ്പെട്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഒരു കാര്യം നീ ഓർത്തോണം. എന്നെങ്കിലും ഒരു പരാതിയുമായിട്ട് നീ ആ സ്റ്റേഷനിലോട്ടൊന്ന് വാ, അപ്പം ഞാൻ പറയാം ബാക്കി കാര്യം. ഇത് പറഞ്ഞിട്ട് അലീനയെ സൂക്ഷിച്ചൊന്ന് നോക്കിയതിനു ശേഷം അയാൾ തൻ്റെ തൊപ്പിയും കയ്യിലെടുത്തുകൊണ്ട് വേഗത്തിൽ ആ മുറി വിട്ടിറങ്ങി.